പൊരിഞ്ഞ ചൂടാണ്. ഈ ചൂടിൽ പാലക്കാട് ഒരു കല്യാണം കൂടാൻ പോയാലോ? പാലക്കാട് സ്വദേശി ആര്യയുടെയും സുജീഷിന്റെയും കല്യാണത്തിനാണ് നമ്മൾ പോണത്. ഇതെങ്ങനെയുണ്ട് ഈ ചൂട് കാലത്തെ കല്യാണം? വളരെ ചൂടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ കഴിക്കാം ഞങ്ങൾ. നല്ല കഷ്ടപ്പാടുണ്ട്. ഈ ഡ്രസ്സ്, മാല, കാര്യങ്ങളൊക്കെ, ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്. കഴിഞ്ഞ ഇയറിൽ മെയിൽ വന്നിട്ട് നല്ല മഴയായിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ്. കാലത്ത് കല്യാണം കഴിക്കാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇല്ല, അങ്ങനെയല്ല. നമുക്ക് ഈ പാലക്കാട് നോർമൽ ആയിട്ടൊരു ടെമ്പറേച്ചർ ഇല്ല. ഒന്നല്ലെങ്കിൽ ഹെവി റെയിൻ അല്ലെങ്കിൽ നല്ല ഹീറ്റ്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം കാണാം നല്ല പട്ട് സാരി എടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന ചേച്ചിമാര്. പക്ഷെ കുറെ കഴിയുമ്പോഴേക്കും വിയർപ്പ് തുന്നിയിട്ട കുപ്പായങ്ങൾ പോലെയാകും ഇവരുടെ വേഷമൊക്കെ. നല്ല ചൂട് പറയാനില്ല. അരമണിക്കൂർ കൊണ്ട് തന്നെ മൊത്തമായിട്ട് ഒഴിച്ച ഒരവസ്ഥയിലാണ്. മൊത്തമായിട്ട് അതായത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചൂടുകാലത്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. പക്ഷെ കല്യാണം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? വെട്ടി വേർക്കുകയാണല്ലോ. ഭയങ്കര ചൂടാ. എങ്ങനെയാണ് വേർത്തോണ്ടിരിക്കുന്നുണ്ട്. 4-5 കൂളർ വെക്കുന്നതാ തോന്നുന്നത്. പാലക്കാടുകാരെ സംബന്ധിച്ച് ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. പട്ടുസാരിയും പട്ടു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വരിക. അത് നമ്മുടെ ഈ ചൂടിന് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പട്ടുസാരികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചുരിദാർ ഇട്ടിട്ട് തന്നെ വേർത്തൊലിക്കുകയാണ്. മഴക്കാലത്ത് വെച്ചാലോ ഇത്രയും പ്രശ്നം വരില്ല. എന്തായാലും അത്രയ്ക്ക് ചൂടുണ്ട് ഇപ്പൊ. ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചൂടുകാലത്ത്? ഇല്ല, കഴിക്കന്നെ, എങ്ങനെയെങ്കിലും കഴിക്കന്നെ. വയറ് നിറച്ച് കഴിച്ചിട്ടേ പോകുള്ളൂ. കാരണം ഞങ്ങൾക്ക് കല്യാണം പറയുന്നത് വല്ലപ്പോഴും കിട്ടും. ചൂടുള്ള സമയത്ത് നോണെല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇത് നല്ല കാര്യമാണ്. ഉഷ്ണമാപിനിയിൽ